ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം നാളെ. 5 ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു. വോട്ടെടുപ്പിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കും. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ. സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിൽ. കേരളത്തിൽ ഇന്നലെ 5217 പേർക്ക് കോവിഡ് രോഗമുക്തി. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 95%ത്തിലേക്ക്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ മന്ത്രി വി.കെ. ഇബ്രാഹിംകുഞ്ഞിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 11ലേക്ക് മാറ്റി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ജാംഷഡ്പൂർ എ.ടി.കെ ബഗാനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. വാർത്തകൾ വിശദമായി. 5 ജില്ലകളിൽ ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നാളെ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ 6813 വാർഡുകളിലായി 24584 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 88,26,620 വോട്ടർമാരാണ് ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. 318 ഗ്രാമപഞ്ചായത്തുകളിലും 50 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 2 കോർപ്പറേഷനുകളിലും 20 മുനിസിപ്പാലിറ്റികളിലും 5 ജില്ലാ പഞ്ചായത്തുകളിലുമാണ് നാളെ വോട്ടെടുപ്പ്. സമ്മതിദായകർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വോട്ട് ചെയ്യാനുള്ള സൌകര്യങ്ങൾ ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം. കുട്ടികളെ ബൂത്തുകളിലേക്ക് കൊണ്ടുവരരുത്. പേന കയ്യിൽ കരുതുക. മാസ്ക് താഴ്ത്തി സംസാരിക്കരുത്. ക്യൂവിൽ നിൽക്കുമ്പോഴും സാമൂഹ്യ അകലം പാലിക്കണം. സാനിറ്റൈസർ ഉപയോഗിക്കണം. ബൂത്തിനകത്ത് 3 വോട്ടർ മാത്രം കയറുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ട് ഉറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലിലാണ് സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായി നേതാക്കളും രംഗത്തുണ്ട്. വോട്ടർ പട്ടിക പരിശോധിച്ച് വിതരണം പൂർത്തിയാക്കുകയാണ് വിവിധ പാർട്ടി പ്രവർത്തകർ. വോട്ടെടുപ്പിന് 10 ദിവസം മുൻപ് മുതൽ ഇന്ന് പകൽ 3 വരെ കോവിഡ് പോസിറ്റീവ് ആയവരും ക്വാറന്റൈനിൽ ഉള്ളവരും പോളിംഗ് ബൂത്തിൽ പോകേണ്ടതില്ല. ഇവർക്ക് പ്രത്യേക തപാൽ വോട്ട് ചെയ്യാം. ഇന്ന് പോസിറ്റീവ് ആകുന്നവരും നിരീക്ഷണത്തിൽ പോകുന്നവരും സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ബൂത്തിലെത്തി വോട്ട് ചെയ്യണം. കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും പ്രത്യേക ബാലറ്റ് നൽകും. സർട്ടിഫൈഡ് ലിസ്റ്റിലുള്ളവർക്ക് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ താമസ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് നിലവിൽ ബാലറ്റ് നൽകുന്നത്. ചില പ്രദേശത്ത് വോട്ടർമാരെ കണ്ടെത്താൻ അസൌകര്യമുള്ളതിനാലാണ് ബാലറ്റ് തപാലിൽ അയച്ചത്. ഇതിന് പ്രത്യേക അപേക്ഷ നൽകേണ്ട. ബാലറ്റ് ലഭിക്കുന്ന കവറിനുള്ളിൽ അപേക്ഷാ ഫോറം, സത്യപ്രസ്താവന, ബാലറ്റ് പേപ്പർ, ബാലറ്റ് ഇടാനുള്ള കവർ എന്നിവയുണ്ടാകും. അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ഒപ്പിട്ട ശേഷം സത്യപ്രസ്താവന ഗസറ്റഡ് ഓഫീസറെയോ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഹെൽത്ത് ഓഫീസറെയോ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം തപാൽ മാർഗ്ഗമോ വ്യക്തികൾ മുഖേനയോ വരണാധികാരിയുടെ പക്കൽ 16 രാവിലെ 8 മുൻപ് എത്തിക്കണം. മലയോര ജില്ലയായ ഇടുക്കിയിൽ പരസ്യപ്രചാരണം അവസാനിച്ചെങ്കിലും പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. നിർണായകമായ അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. പ്രചാരണത്തിന്റെ തുടക്കം മുതലുള്ള ഊർജ്ജം ഒട്ടും കുറയാതെയാണ് ഇന്നത്തെ നിശബ്ദ പ്രചാരണവും. സ്ഥാനാർത്ഥികൾ 2-3 തവണ ഭവന സന്ദർശനം നടത്തിയെങ്കിലും വീണ്ടും വോട്ടർമാരെ നേരിൽ കാണാനും സ്ഥാനാർത്ഥികൾ ഇന്ന് സമയം കണ്ടെത്തുകയാണ്. വാർഡുകളിൽ പ്രവർത്തകർ പല സ്ക്വാഡുകളായി തിരിഞ്ഞാണ് സ്ലിപ്പ് വിതരണം പൂർത്തിയാക്കുന്നത്. സ്ലിപ്പും സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അടങ്ങുന്ന കാർഡുകളുമായാണ് ഭവന സന്ദർശനം. നിശബ്ദ പ്രചാരണത്തിലൂടെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് 3 മുന്നണികളും. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ പുതുതായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ള നിയമന ഉത്തരവ് ലഭിച്ച പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കുമുള്ള പരിശീലനം നടന്നു. ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ജില്ലയിലെ 18 കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. പോളിംഗ് ഡ്യൂട്ടിക്കായി 11,355 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. റിസർവിൽ 2,271 ഉദ്യോഗസ്ഥരുമുണ്ട്. കോവിഡ് പെരുമാറ്റച്ചട്ടം പാലിച്ച് ഓരോ പഞ്ചായത്തിനും പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 2,271 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഇതിൽ 1,989 പഞ്ചായത്തുകളിലാണ്. ബാക്കി 282 നഗരസഭകളിലും. സ്ഥാനാർത്ഥികളും മുന്നണി പ്രവർത്തകരുമെല്ലാം ഇന്നും വോട്ടർമാർക്കിടയിൽ. കൊല്ലം നെടുവത്തൂർ പഞ്ചായത്ത് 5-ാം വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥി അജീവ് കുമാറിനെ 5 ദിവസമായി കാണാനില്ലെന്ന് പരാതി. അജീവ് കുമാറിന്റെ കുടുംബം കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം.
പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം 11ലേക്ക് മാറ്റി. കേസിൽ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൊല്ലത്ത് ഇന്ന് ഉച്ചയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം 90% പൂർത്തിയാകും. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ജില്ലയിലെ 2761 പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും അനുബന്ധ സാമഗ്രികളുടെയും വിതരണമാണ് കൃത്യമായി നടക്കുന്നത്. സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള പ്രതിരോധ സാമഗ്രികളും ഇതിനോടൊപ്പം ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും എത്തിക്കുകയാണ്. 13,805 തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. 450 പ്രശ്നബാധിത ബൂത്തുകളാണ് ജില്ലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ പ്രത്യേക സുരക്ഷയും നിരീക്ഷണ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 5717 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചപരിമിതർക്കും ശാരീരിക അവശതയുള്ളവർക്കും വോട്ട് ചെയ്യാൻ സഹായിയെ അനുവദിക്കും. ഇവർക്ക് വോട്ടിംഗ് യന്ത്രത്തിലെ ചിഹ്നം തിരിച്ചറിയാനോ ബട്ടൺ അമർത്തിയോ ബട്ടണോട് ചേർന്ന ബ്രെയിൽ ലിപി സ്പർശിച്ചോ വോട്ട് രേഖപ്പെടുത്താൻ കഴിയില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെടണമെന്ന നിബന്ധനയുമുണ്ട്. ഈ മഹാമാരി കാലത്തെ നമ്മൾ അതിജീവിക്കുമെന്നും ഈ ദുരന്തകാലത്തിനൊടുവിൽ ഒരു പ്രകാശത്തിന്റെ കാലം കടന്നുവരുമെന്നും സംവിധായകൻ പ്രിയനന്ദനൻ ആകാശവാണി വാർത്തകളോട്. അതിഭീതിതമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം കാലഘട്ടങ്ങൾ മനുഷ്യന്റെ ചരിത്രപരമായിട്ടുള്ള കാലങ്ങളിലൂടെ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ എന്നുള്ളത് എല്ലാത്തിനെയും അതിജീവിക്കപ്പെടുന്ന ഒരു ജീവി തന്നെയാണ്. ഇത്തരം കാലഘട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ മഹാമാരിക്ക് അപ്പുറത്തേക്കുള്ള ഒരു വലിയ പ്രകാശത്തിലേക്ക് നമ്മൾ കടന്നു എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഏതൊരു ഇരുണ്ട കാലത്തിനും അപ്പുറത്തേക്കുള്ള വെളിച്ചത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിനു മുൻപുള്ള ഈ ചെറിയ നമ്മളുടെ ദുരിതങ്ങൾക്ക് ഒരു വലിയ പ്രകാശത്തിന്റെ തുരുത്തുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യേകിക്കാം. വോട്ടെടുപ്പ് ദിവസം പഞ്ചായത്തുകളിൽ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ അകലത്തിലും നഗരസഭയിൽ 100 മീറ്റർ അകലത്തിലും മാത്രമേ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്തുകൾ സ്ഥാപിക്കാവൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥിയുടെ പേര്, പാർട്ടി ചിഹ്നം എന്നിവ വ്യക്തമാക്കുന്ന ഒരു ബാനർ സ്ഥാപിക്കാം. പഞ്ചായത്തുകളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ 200 മീറ്റർ പരിധിക്കുള്ളിലും നഗരസഭയിൽ 100 മീറ്റർ പരിധിക്കുള്ളിലും വോട്ട് പിടിക്കാനോ പ്രചരണം നടത്താനോ പാടില്ല. സമ്മതിദായർ പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ കാണിക്കണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബുക്ക്, ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസ കാലയളവിന് മുമ്പ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർത്തിട്ടുള്ള വോട്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് എന്നിവ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. തിരുവനന്തപുരത്ത് പോളിംഗ് സാമഗ്രി വിതരണ കേന്ദ്രത്തിൽ തിക്കും തിരക്കും. നാലാഞ്ചിറയിലെ വിതരണ കേന്ദ്രത്തിലാണ് തിക്കും തിരക്കുമുണ്ടായത്. പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റാനുള്ള ശ്രമത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉദ്യോഗസ്ഥർ തിക്കിത്തിരക്കുകയായിരുന്നു. കേരളത്തിൽ ഇന്നലെ 4777 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 5217 പേർ രോഗമുക്തി നേടി. 51893 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94.37%. നിലവിൽ 3,96,729 പേരാണ് ചികിത്സയിലുള്ളത്. രാജ്യത്ത് ആകെ പുതുതായി 32,981 പേർക്കാണ് രോഗം ബാധിച്ചത്. ISL ഫുട്ബോളിൽ ഇന്ന് ജാംഷഡ്പൂർ ATK ബഗാനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ഗോവ തിലക് മൈതാനത്താണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം. സെൻസെക്സ് 45,188-ലും നിഫ്റ്റി 13,293-ലുമാണ് വ്യാപാരം തുടരുന്നത്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 36,720 രൂപയും ഗ്രാമിന് 4,590 രൂപയുമാണ് ഇന്നത്തെ വില. ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ഉന്നതൻ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന അഭ്യൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കൊല്ലത്ത് മണിലാലിന്റെ കൊലപാതകം അത്യന്തം അപലപനീയമാണ്. പ്രതി BJP അംഗമാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. എന്നാൽ സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് BJP വൃത്തങ്ങൾ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ കണ്ണൂരിലെ പിണറായി കൺവെൻഷൻ സെന്റർ സന്ദർശിച്ചു. ഈ മാസം 14 വരെ മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം നാളെ. 5 ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു. വോട്ടെടുപ്പിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കും. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ. സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിൽ. കേരളത്തിൽ ഇന്നലെ 5217 പേർക്ക് കോവിഡ് രോഗമുക്തി. രാജ്യത്ത് രോഗമുക്തി നിരക്ക് 95%-ലേക്ക്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 11ലേക്ക് മാറ്റി. ISL ഫുട്ബോളിൽ ഇന്ന് ജാംഷഡ്പൂർ ATK ബഗാനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്ത 12:50-ന്.